ഹലോ ഗൈസ്, ഒരു ഗെറ്റ് റെഡി വിത്ത് മീ കണ്ടാലോ? എപ്പോ ഗെറ്റ് റെഡി വിത്ത് മീ എടുത്താലും എന്റെ മനസ്സിലേക്ക് വരുന്ന കാര്യമുണ്ട്. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ആദ്യമായിട്ട് ഐലൈനർ എഴുതിയൊരു കഥ. ഇന്നത്തെ പോലെ എല്ലാ മേക്കപ്പ് പ്രൊഡക്ട്സ് ഒന്നും നമ്മളൊന്നും മേടിക്കുന്നില്ലല്ലോ. ആകെ ഉള്ളത് കുറച്ച് കരിയും ഇച്ചിരി പൗഡറുമാണ്. പിന്നെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇതിന്റെ ആവശ്യമില്ലല്ലോ എന്നാണ് പോരാളിയുടെ മറുപടി. അങ്ങനെ ഇരിക്കെ 7th സ്റ്റാൻഡേർഡിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് ഐലൈനർ മേടിച്ചു തരുന്നത്. ആകെ കരി എഴുതിയ എക്സ്പീരിയൻസ് മാത്രമല്ലോ. ഐലൈനർ എങ്ങനെയാ എഴുതുന്നതെന്ന് ഒരു ധാരണയില്ലാത്ത ഞാൻ ആദ്യമായിട്ട് ഐലൈനർ എഴുതി സ്കൂളിൽ പോയി. അന്നെന്റെ മനസ്സിലൂടെ പോയത് ഞാനാണ് അവിടുത്തെ ഏറ്റവും സുന്ദരിയെന്നായിരുന്നു. എന്തോ വലിയ സംഭവം ചെയ്തു എന്നൊരു ആത്മസംതൃപ്തിയായിരുന്നു അന്ന് മൊത്തം. അന്നത്തെ ആ ആത്മസംതൃപ്തി കോൺഫിഡൻസ് ലെവലാന്ന് അറിയാനായിട്ട് കുറച്ച് വൈകിപ്പോയി. വൈകിയാലെന്താ, ഇപ്പൊ ഐലൈനർ മാത്രമല്ല പലതും മുഖത്ത് പരീക്ഷിച്ച് തഴമ്പിച്ച് കിടക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾക്ക് ഇടാൻ ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ ആരെയും പേടിക്കരുത്, ധൈര്യമായിട്ട് ചെയ്തോളൂ. അതിപ്പോ മേക്കപ്പ് തന്നെ ആവണമെന്നില്ല. നല്ല ഡ്രസ്സിങ് ആയിക്കോട്ടെ, ഹെയർ സ്റ്റൈൽ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ട്, നിങ്ങൾക്ക് അത് ചേരുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇട്ടോളൂ. പിന്നെ ഇതിൽ കാണിക്കുന്ന ലിപ്സ്റ്റിക്കിന്റെ ലിങ്ക് വേണ്ടത് ബയോയിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ നോക്കിയാൽ മതി. അപ്പൊ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിലും നെക്സ്റ്റ് മോട്ടിവേഷൻ ആയിട്ട് വരുന്നതായിരിക്കും.